ഇപ്പം നമ്മളുടെ ഒരു പരിപാടി മനസ്സിലായില്ലേ? വാട്ട് ഈസ് അവർ പർപ്പസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് എ റിട്രീറ്റ്? ഇങ്ങനത്തെ ഒരു ധ്യാനത്തിൻ്റെ ഒരു ഉദ്ദേശം ഏതാണ്ടൊരു ഐഡിയ കിട്ടിയോ ഇല്ലയോ? അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് മുഴുവൻ ഇപ്പോഴും ഉറപ്പില്ല എന്താ നമ്മുടെ വിളി. മറ്റൊന്ന്, നമ്മൾക്ക് എല്ലാ വരങ്ങളും നൽകിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും പലതും അറിയില്ല നമ്മൾക്ക് എന്ത് വരമാണുള്ളത്, എന്തെല്ലാം വരങ്ങളാണ്. അത് കൊണ്ടാണ് പറഞ്ഞത് എന്താണ് മുട്ടുവി. അപ്പോൾ അത് തുറക്കപ്പെട്ടു. അത് ഇപ്പം ഇതുവരെ ഇത്രയൊക്കെ തുറന്നിട്ടുള്ളൂ എന്ന് ഞാൻ വിഷമിക്കണ്ട, ഇനി വീണ്ടും തുറക്കും പുതിയതായിട്ടുള്ളത്. പുതിയ അല്ലെങ്കിൽ ദൈവം ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ വരദാനങ്ങൾ നമുക്ക് നൽകി നമ്മളെ ഉണർത്തും, ഉയർത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്രബോധനത്തിന് അടിസ്ഥാനമാക്കി നമ്മൾ പോകണം. ആ പ്രബോധനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാവും, അതാണല്ലേ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്തു പോയിരുന്നൊരു കാര്യമാണ്, പക്ഷേ അത് കുറച്ചുകൂടി അറിഞ്ഞുകൊണ്ട് ബോധ്യത്തിൽ ചെയ്യുമ്പോൾ അത് കൂടുതൽ കൃത്യമായിരിക്കും. അപ്പോൾ ജ്ഞാനസ്നാനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ തന്നെ ജ്ഞാനത്തെക്കുറിച്ചും, ജ്ഞാനസ്നാനമാണ് നമുക്ക് ലഭിച്ചത്. എന്താ ലഭിച്ചത്? ജ്ഞാനസ്നാനം. ആ ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച ജ്ഞാനം എത്രത്തോളം ഉണ്ട്? ആ ജ്ഞാനം നമ്മൾ ഉപയോഗിച്ചോ? ആ ജ്ഞാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ആ ജ്ഞാനം നമ്മൾ എങ്ങനെ നമ്മിലേക്ക് പടർത്താം? ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കണം? നമ്മൾക്ക് എല്ലാവരും കേട്ട് പരിചയമുള്ള വാക്കാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. വീണ്ടും 3 കാര്യം. ഒന്ന്, എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ നുകം വഹിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ യേശുവിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യേശു തന്നെയാണ് നമ്മുടെ ഗുരു, നമ്മുടെ നാഥൻ, നമ്മുടെ അധ്യാപകൻ, നമ്മുടെ വിളക്ക്, നമ്മളെ പഠിപ്പിക്കുന്ന. ഈശോ ആവുന്ന ആ ദിവ്യ ജ്ഞാനമാണ് ആദ്യം നമ്മളിൽ പ്രകാശിക്കേണ്ടത്. ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതും വളരെ ചുരുങ്ങിയ കുറച്ച് വാക്യങ്ങൾ, 13 വാക്യങ്ങളാണ് ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഈശോയെ ദേവാലയത്തിൽ ചെന്നതും അവിടുന്ന് ഈജിപ്തിലേക്ക് പോയതൊക്കെ ഉണ്ട്. പക്ഷേ ലൂക്ക 2:40 പറയുകയാണ്, ലൂക്ക 2-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താ? ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ ശക്തനായി. ശിശു വളർന്നു. എങ്ങനെ വളർന്നു? ജ്ഞാനം നിറഞ്ഞ്. എങ്ങനെ ശക്തനായി? ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ഇപ്പൊ നമ്മൾ ശിശുക്കൾക്കെല്ലാം വളർത്തുന്നതിന് എന്താണ്? നല്ല റെഡിയാണ്, ചായ റെഡിയാണ്, ഓക്കെ, ചായ കുടിച്ച് വളരാൻ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ ശിശു വളർന്നു. എങ്ങനെ വളർന്നു? ജ്ഞാനം നിറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി ചായ കുടിച്ച് വന്നിട്ട് പഠിക്കാം. നമുക്കൊരു നിമിഷം കർത്താവേ നന്ദി പറയണം. ഈ ആശയങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പ്രസരിക്കുന്നതിന് ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ചായ കുടിച്ചിട്ട് പെട്ടെന്ന്